മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി? അതായത് ഇ ആൻഡ് എഫ് ആർ ടു ഈവൻ അസോസിയേറ്റഡ് വിത്ത് ദ സാമ്പിൾ സ്പേസസ്. ഓക്കെ, അടുത്ത എന്താണ്? ഇ ഇന്റർസെക്ഷൻ എഫ് ഡിനോട്ട് ദി ഈവൻ ദാറ്റ് ബോത്ത് ഇ ആൻഡ് എഫ് ഹാവ് ഒക്കേർഡ്. അതായത് കോമൺ ആയിട്ടുള്ളത്. കാരണം അതായത് ഒരു ഡൈ ടോസ് ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും? ഈവൻ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 2 അങ്ങനെ പറഞ്ഞുണ്ട്. അതായത് നമ്പർ മോർ ദാൻ 3 അങ്ങനെ, അതായത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ്. ഡൈ ത്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏതായിരിക്കും? നമ്പർ ഗ്രേറ്റർ ദാൻ 3 വന്നു, അല്ലെങ്കിൽ എന്താണ് ഈവൻ നമ്പർ. അപ്പോൾ ഈവൻ നമ്പറും നമ്പർ ഗ്രേറ്റർ ദാൻ 3ലും കോമൺ ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് ഇന്റർസെക്ഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഈ ഇന്റർസെക്ഷൻ ഓഫ് ഡിനോട്ട് ദി സൈമിൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് ഇവന്റ് ഇ ആൻഡ് എഫ്. ഈ ഇന്റർസെക്ഷൻ എഫ് ഈസ് റിട്ടൺ ആസ് ഇ എഫ്. ഓക്കെ, very often we need to find the probability of the event EF. അവിടെ EF എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഇന്റർസെക്ഷൻ എഫ്. In the experiment of drawing two cards one after the other, we may be interested in finding the probability of the event of king and a queen. ഒരു കിങ്ങും ക്വീനും കിട്ടാനുള്ള ചാൻസ്. The probability of event EF is determined by using the conditional probability. നമ്മൾ പഠിച്ച conditional probability ഉപയോഗിച്ച് ഈ ഇന്റർസെക്ഷൻ എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? We know the conditional probability of event E given that f has already occurred എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? നമ്മൾ പ്രീവിയസ് ടോപ്പിക്ക് പഠിച്ചതാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ഇ given that f has already occurred എന്ന് പറയുന്നത് എന്താണ്? p of e given f എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് e given f. എന്താണ് പ്രോബബിലിറ്റി ഓഫ് e given f? പ്രോബബിലിറ്റി ഓഫ് e ഇന്റർസെക്ഷൻ f ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് f എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. പ്രോബബിലിറ്റി ഓഫ് എഫ് 0 ആകുന്ന കേസിൽ പോസിബിൾ അല്ല. കാരണം എന്തുകൊണ്ടാണ്? പ്രോബബിലിറ്റി ഓഫ് ഇ അണ്ടർ ദ അസംപ്ഷൻ എഫ് ഓൾറെഡി ഒക്കേർഡ്. എഫ് ഓൾറെഡി ഒക്കേർഡ് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അപ്പം ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി ഈ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് നമ്മൾ ഉപയോഗിക്കുന്നു. സോ ഇ ഇന്റർസെക്ഷൻ എഫിന്റെ വാല്യൂ അപ്പോൾ എത്ര കിട്ടും? ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് എഫ് ടൈം പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. അഡ്വാൻറ്റേജ് എത്രയേ ഉള്ളൂ? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എഫും പ്രോബബിലിറ്റി ഓഫ് എഫും കൂടെ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എഫ് ടൈംസ് എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. എന്തുകൊണ്ടാണ്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എഫ് കിട്ടും ടൈംസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. പ്രോബബിലിറ്റി ഓഫ് എഫും പ്രോബബിലിറ്റി ഓഫ് എഫും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അതാണ് മെയിൻ കാര്യം. അപ്പം ആ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിന് വരും പ്രോബബിലിറ്റി ഓഫ് എഫ് ടൈം പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് വരും. കാരണം എന്താണ്? ഡിനോമിനേറ്ററുള്ള പ്രോബബിലിറ്റി ഓഫ് എഫും ഈ ഒരു പ്രോബബിലിറ്റി ഓഫ് എഫും കൂടെ ക്യാൻസൽ ചെയ്യും. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എത്രയാണ്? എഫ് ഇന്റർസെക്ഷൻ ഇ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ആണ്. ഓക്കെ, എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ആണ്. ഇതിലേത് വേണമെങ്കിലും എഴുതാം. എന്താണ്? എഫ് ഗിവൺ ഇക്ക് വരാം എഫ് ഇന്റർസെക്ഷൻ ഇ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ. എന്തുകൊണ്ടാണ്? എഫ് ഇന്റർസെക്ഷൻ ഇയും ഇ ഇന്റർസെക്ഷൻ എഫ് എന്താണ്? ഐഡന്റിക്കൽ ആണ്. കാരണം ഇ ഇന്റർസെക്ഷൻ എഫും എഫ് ഇന്റർസെക്ഷൻ ഇയും എന്താണ്? ഐഡന്റിക്കൽ ആണ്. അപ്പം അതിൽ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിന്റെ വരും നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. അതാണ് നമ്മുടെ ഇക്വേഷൻ 2. നോക്കൂ, എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് പ്രോബബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. എന്തുകൊണ്ടാണ്? ഡിനോമിനേറ്ററിലെ പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് ഇയും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമിനേറ്ററിൽ എഫ് ഇന്റർസെക്ഷൻ ഇ വരും. അതായിരിക്കും പിന്നെ റിമെയിൻ ചെയ്യുന്നത്. അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ, അല്ലെങ്കിൽ നമുക്ക് വേണം പ്രോബബിലിറ്റി ഓഫ് എഫ് ടൈം പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. എന്തുകൊണ്ടാണ്? പ്രോബബിലിറ്റി ഓഫ് എഫും പ്രോബബിലിറ്റി ഓഫ് എഫും കട്ട് ചെയ്യും. ഇവിടെയാണ് പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് ഇയും കൂടെ കട്ട് ചെയ്ത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നതിന്റെ സമ്മറി എന്നാണ് നമ്മൾ ജസ്റ്റ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഇ ഗിവൺ എഫിനെ റീഅറേഞ്ച് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫിന് വരാം പ്രോബബിലിറ്റി ഓഫ് എഫ് ടൈം പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എഫ് പ്രോബബിലിറ്റി ഓഫ് എഫ്, അതാണ് പാറ്റേൺ നോക്കുന്നത്. സിമിലർലി നമുക്ക് വരും എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ വരും പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. പ്രോബബിലിറ്റി ഓഫ് ഇയും പ്രോബബിലിറ്റി ഓഫ് ഇയും കൂടെ കട്ട് ചെയ്ത് പോകും.
ഓക്കെ, അതുകൊണ്ടാണ് അപ്പം ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇ ടൈംസ് എഫ് ഗിവൺ ഇ അല്ലെ എഫ് ടൈംസ് ഇ ഗിവൺ എഫ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി ഫോർ മോർ ദാൻ 2 ഇവന്റ്സ്. ഇനി ഇയും എഫും ജിയും തന്നിട്ടുണ്ട്, 3 ഇവന്റ്സ് ആണ്. അപ്പോൾ ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഇ എഫ് ഗിവൺ ഇ. പിന്നെ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ജി ടൈംസ് എന്തായിരിക്കും? ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. എന്തുകൊണ്ടാണ്? ഇതുപോലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സിംപ്ലിഫൈ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എന്തായിരിക്കും? എഫ് ഗിവൺ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് കിട്ടും. ഓക്കെ, കാരണം ഇതിന്റെ ആദ്യത്തെ 2 ഫോർമുല പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്, ഓക്കെ, ആദ്യത്തെ 2 ടേം ഗ്രീനിലുള്ള ടേം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ജി ഇന്റർസെക്ഷൻ ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എന്തായിരിക്കും? ഇ ഇന്റർസെക്ഷൻ എഫ് ആണ്. ഏത് ക്യാൻസൽ ആയി പോവും? ഈ ഇന്റർസെക്ഷൻ എഫ് ഈ ഇന്റർസെക്ഷൻ എഫ് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ റിമെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജിക്ക് വരാം പ്രോബബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ ഇന്റർസെക്ഷൻ എഫ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? രണ്ടിനും പ്രോബബിലിറ്റി ഓഫ് ഇ കോമൺ ആണ്, അത് ക്യാൻസൽ ആയി പോകും. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് ജി ടൈംസ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഏത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് ജി, അതായത് ഇ ഇന്റർസെക്ഷൻ സെക്കൻഡ് വാല്യൂ ഇ ഇന്റർസെക്ഷൻ എഫ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഉള്ള വാല്യൂ ഗിവൺ ക്രൈറ്റീരിയയിൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇ ഇന്റർസെക്ഷൻ എഫ് കൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. അതുകൊണ്ടാണ് ഇതിന് പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് എഫ് ഗിവൺ ഇ ബൈ ജി ഗിവൺ ഇ ഇന്റർസെക്ഷൻ എഫിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇ എഫ് എന്ന് എഴുതാം. ഇവിടെ ഇയും കൂടെ കട്ട് ചെയ്യും, പിന്നെ നമുക്ക് ഇ എഫ് കിട്ടും. ആ ഇ എഫും കൂടെ കട്ട് ചെയ്ത് പോകും. നമുക്ക് ഇ ടൈംസ് ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഫോർ പ്രോബബിലിറ്റി ഫോർ മോർ ദാൻ 2 ഇവന്റ്സ്. ഇ ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് എഫ് ഗിവൺ ഇ പ്രോബബിലിറ്റി ഓഫ് ജി ടൈംസ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. അടുത്ത ഇൻഡിപെൻഡന്റ് ഇവന്റ്. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്? Consider the experiment of drawing a card from a deck of 52 playing cards. Elementary events are assumed to be equally likely. അതായത് ഒരു കാർഡുണ്ട്, 52 കാർഡുണ്ട്. അതിൽ ഏത് കാർഡ് എടുക്കുന്നതിനുള്ള ചാൻസ് എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് ഒരാൾ റാൻഡമായിട്ട് കാർഡ് എടുക്കണേ 52 ഏത് കൊണ്ട് എടുക്കാം. ഇഫ് ഇ ആൻഡ് എഫ് ഡിനോട്ട് ദി ഇവൻ കാർഡ് ഡ്രോൺ ഈസ് എ സ്പെയ്ഡ് ആൻഡ് ദ കാർഡ് ഡ്രോൺ ഈസ് ആൻ എയ്സ് എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് എന്താണ്? സ്പെയ്ഡ് ഡ്രോൺ ചെയ്തു. എഫ് എന്ന് പറയുന്നത് എന്താണ്? എയ്സ് ഡ്രോൺ ചെയ്തു. കാരണം സ്പെയ്ഡ് എന്ന് പറഞ്ഞ 13 സ്പെയ്ഡ് ഉണ്ട്. കാരണം ഡയമണ്ട് 13, ഹാർട്ട്സ് 13, സ്പെയ്ഡ് 13, ക്ലബ്സ് 13. അങ്ങനെയാണ് നമുക്ക് എന്തുള്ളത് ഒരു കാർഡിനുള്ളിൽ വരുന്നത്. അപ്പം സ്പെയ്ഡ് എടുക്കുന്ന 13/12 എന്ന് വെച്ചാൽ 1/4 എന്ന് കിട്ടും. ഇനി അടുത്ത എയ്സ് ഓരോന്നിലും ക്ലബിലൊരു എയ്സ് ഉണ്ട്, സ്പെയ്ഡിലൊരു എയ്സ് ഉണ്ട്. ഓക്കെ, ഓരോ സെറ്റിലും 13ന്റെ ഓരോ സെറ്റിലും ഓരോ എയ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 എയ്സ് ഉണ്ട് 52. സോ 1/13 കിട്ടും. ഓക്കെ, അടുത്ത ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തായിരിക്കും? ഇ ആൻഡ് എഫ് ഈസ് ദി ഈവൻ ദ കാർഡ് ഡ്രോൺ ഈസ് ദ എയ്സ് ഓഫ് സ്പെയ്ഡ്സ്. അപ്പം എന്താണ്? എയ്സും ആണ് സ്പെയ്ഡും ആണെന്ന് പറഞ്ഞാൽ ഈ ഇന്റർസെക്ഷൻ എഫ്.
ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് E and F is the event the card drawn is എന്താണ് ace of spade ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പെയ്ഡ് ആണെന്ന് എയ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാന്നല്ല എടുത്തത്, അതിനി എന്താണ് സ്പെയ്ഡിൽ എയ്സ് ആകാനുള്ള എന്താണ് ചാൻസ് എത്രയാണ്? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിനുള്ളിൽ എന്ത് ചെയ്യുന്നത് വരുന്നത്. അവിടെ എന്തായിരിക്കും ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് എന്താണ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ എഫ്. ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ് കാർഡ് എടുത്തിരിക്കുന്നത് എന്താണ് സ്പെയ്ഡ് ആണ്. അതുപോലെ തന്നെ അതിനുള്ളിൽ എന്താണ് എയ്സും ആണ്. സ്പെയ്ഡും എയ്സും ആകാൻ ആകെ ഒരേ ഒരു ചാൻസേ ഉള്ളൂ. ആകെ 4 എയ്സേ ഉള്ളൂ, സ്പെയ്ഡിൽ ഒരു എയ്സേ ഉള്ളൂ. 1/52 ആണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് എത്രയാണ്? സ്പെയ്ഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/13. അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 1/4. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ് 1/4 തന്നെയാണ്. ഇനി ഇ ഗിവൺ എഫ് എത്ര തന്നെയാണ്? 1/4 തന്നെയാണ്. ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 1/4. ഇ ഗിവൺ എഫും എത്ര തന്നെയാണ്? 1/4. നോക്കാം, പ്രോബബിലിറ്റി ഓഫ് സ്പെയ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4. പ്രോബബിലിറ്റി ഓഫ് സ്പെയ്ഡ് ഗിവൺ ദാറ്റ് ഇറ്റ്സ് ആൻ എയ്സ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1/4. സ്പെയ്ഡ് ഗിവൺ എന്താണ് എയ്സ് 1/4. നമുക്കിവിടെ എന്ത് പറയാം? occurrence of event F has not affect the probability occurrence of the event E. അതായത് എയ്സ് ആണ് എന്ന് പറയുന്നത് സ്പെയ്ഡ് ആണ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എഫ് സ്പെയ്ഡ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? എയ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. എഫ് എന്ന് പറയുന്നത് എയ്സ് ആണ്. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണം കൂടെ നെക്സ്റ്റ് പേജിലോട്ട് എടുക്കാം. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇ ആൻഡ് എഫ് ഡിനോട്ട് ദി ഇവന്റ് ഓഫ് കാർഡ് ഡ്രോൺ ഈസ് സ്പെയ്ഡ് എന്ന് പറഞ്ഞതാണ് ഇ എന്ന് പറഞ്ഞ സ്പെയ്ഡ്, എഫ് എന്ന് പറയുന്നത് എന്താണ് എയ്സ് ആണ്. അപ്പൊ ഇവിടെ എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എത്ര കിട്ടും? എയ്സ് ഗിവൺ ദാറ്റ് ഇവിടെ ഏതിനെ എടുത്തിരിക്കുന്നു? സ്പെയ്ഡിനെ എടുത്തിരിക്കുന്നു. ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഇ, നമുക്കത് പി ഓഫ് ഏത് തന്നെ കിട്ടും? എഫ് തന്നെ കിട്ടും. ഇപ്പൊ പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ആണ്. അവിടെ നമുക്ക് എന്ത് പറയാം? occurrence of event E not affect the probability of occurrence of event F. E and F have two events such that the probability of occurrence of one of them is not affect the occurrence of other. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അതായത് എയ്സ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പെയ്ഡ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. അതിന് കോമൺ ഉണ്ട്, പക്ഷെ എന്നാലും അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല. എയ്സ് എന്ന് പറയുന്നൊരു ഇൻഡിപെൻഡന്റ് ആണ്, സ്പെയ്ഡ് എന്ന് പറയുന്ന വേറൊരു സെറ്റ് ആണ്. അതിനിടയ്ക്ക് കോമൺ വാല്യൂ ഉണ്ടെങ്കിൽ പോലും. അപ്പം എന്താണ് ഇൻഡിപെൻഡന്റ് സെറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? probability of occurrence of one of them is not affected the occurrence of others. അങ്ങനെ ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇനി ഈ ഏതാണ് കണ്ടീഷൻ പ്രോബബിലിറ്റിയുടെ ആപ്ലിക്കേഷൻ നമുക്കിതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? എഴുതാം. പ്രോബബിലിറ്റി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഉള്ള സ്പെഷ്യാലിറ്റി എന്താണ്? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് സെറ്റ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ E and F are two independent such that the probability of occurrence of one of them is not affected the occurrence of other. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡിപെൻഡന്റ്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് നോക്കുക. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്, എന്താണ് ഇ, എന്താണ് എഫ്, എന്താണ് ഇ ഇന്റർസെക്ഷൻ എഫ്, എന്താണ് ഇ ഗിവൺ എഫ്? ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ടൊന്ന് നോക്കുക. അതുപോലെ പി ഓഫ് ഇ ഗിവൺ എഫ് എന്തായിരിക്കും? ഒക്കറൻസ് ഓഫ് എഫ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? എയ്സ് ആകും എന്നുള്ളത്.
നോട്ട് അഫക്റ്റഡ് പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എന്താണ് ഇ എന്ന് പറയുന്നത് എന്താണ് സ്പെയ്ഡ്. അതായത് സ്പെയ്ഡിന്റെ പ്രോബിലിറ്റി ഏസിന്റെ പ്രോബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. അതിനിടയ്ക്ക് കോമൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് അഫക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കംപ്ലീറ്റ്ലി എന്താണ് ഡിഫറെന്റ് സെറ്റ് ആണ്. കാരണം ആ വാല്യൂ അവിടെ പ്രീ ആയിട്ടുള്ള എന്താണ് ആ സെറ്റിനുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻഡ് ആണ്. ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ഇൻഡിപെൻഡന്റ് എന്താണ്, ടു ഇവന്റ് ഇ ആൻഡ് സെറ്റ് ഇൻഡിപെൻഡന്റ് ഇ ഗിവൺ എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് എഫ്, പ്രോബിലിറ്റി ഓഫ് ഇ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഇ. കാരണം എന്തുകൊണ്ടാണ്, പ്രോബിലിറ്റി ഓഫ് എഫ് അണ്ടർ ദ അസംപ്ഷൻ ദാറ്റ് ഇ ഈസ് ഗിവൺ. അവിടെ ഇ സംഭവിച്ചോ സംഭവിച്ചിട്ടില്ലയോ എന്നുള്ളതിന് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നേ ഇല്ല. പ്രോബിലിറ്റി ഓഫ് എഫ്, പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്, പ്രോബിലിറ്റി ഓഫ് ഇ. അവിടെ എന്താണ്, ഇ എന്ന് പറയുന്ന പ്രോബിലിറ്റി എഫ് ഒക്കർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് എന്ത് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. ഇവിടെ ഗിവൺ തന്നാലും ശരി നോട്ട് ഗിവൺ തന്നാലും ശരി, പ്രോബിലിറ്റി ഓഫ് ഇ, അതായത് എഫ് എന്നുള്ള ഒക്കർ ചെയ്താലും ശരി നോട്ട് ഒക്കർ ചെയ്താലും ശരി എന്തായിരിക്കും, പ്രോബിലിറ്റി എന്നുള്ള കോൺസ്റ്റന്റ് ആണ്. പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0. കാരണം എന്തുകൊണ്ടാണ്, സംഭവിക്കാത്തവണ്ണം സംഭവിച്ചു നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഗിവൺ ദാറ്റ് എന്നുള്ളതിന്റെ മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് എഫ് പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് ഇ നോട്ട് ഈക്വൽ ടു 0. പ്രോബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ പ്രൊവൈഡഡ് പ്രോബിലിറ്റി ഓഫ് എഫ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. എന്തുകൊണ്ടാണ്, ഈ പ്രോബിലിറ്റി ഓഫ് ഇയും ഈ ഡിനോമിനേറ്ററിലെ പ്രോബിലിറ്റി ഓഫ് ഇയും കൂടെ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആയി പോകും. പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ. ഈ പ്രോബിലിറ്റി ഓഫ് ഇയും ഈ ഡിനോമിനേറ്ററിലെ പ്രോബിലിറ്റി ഓഫ് ഇയും കൂടെ എന്തായി പോകുന്നു, ക്യാൻസൽ ചെയ്തു പോകും. Intersection of probability of E time probability of F given E. If E and F are independent, E intersection F എന്ന് വരെ നമുക്ക് എന്തിനെ വിളിക്കാം, പ്രോബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബിലിറ്റി ഓഫ് എഫ്. നമുക്ക് വേറെ ഒന്നിന്റെയും വേറെ ഇക്വേഷന്റെ ആവശ്യമില്ല. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇയും സംഭവിച്ചു എഫും സംഭവിച്ചു എന്നുള്ളത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഇ ടൈം പ്രോബിലിറ്റി ഓഫ് എഫ് ആണ്. ഓക്കെ, ഇതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവശ്യമായിട്ടുള്ള ഫോർമുല. എന്താണ്, ലെറ്റ് ഇ ആൻഡ് എഫ് ബി ടു ഇവന്റ് അസോസിയേറ്റ് വിത്ത് ദ സെയിം റാൻഡം എക്സ്പെരിമെന്റ്, ദെൻ ഇ ആൻഡ് എഫ് ആർ സെറ്റ് ഇൻഡിപെൻഡന്റ്. ഇ ഇന്റർസെക്ഷൻ എഫിന് പകരം എന്തായിരിക്കും, പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ ടൈംസ് പ്രോബിലിറ്റി ഓഫ് എഫ് ആണെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ഇയും എഫും എന്താണെന്ന് പറയാം, ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് പറയാം. ഈ ഒരൊറ്റ എക്സ്പ്രഷൻ ആണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് എന്ത് വരുന്നത്, ആവശ്യം വരുന്നത്. പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ഇ ടൈംസ് പ്രോബിലിറ്റി ഓഫ് എന്താണ്, എഫ്. ഈ ഡെഫിനിഷൻ 3 നന്നായിട്ട് നോക്കി വെക്കുക. Two events E and F are said to be dependent if they are not independent. ശ്രദ്ധിക്കണം, എന്താണ്, two event E and F are said to be dependent if they are not independent. E and intersection of not equal to P of E times V of F. Okay, dependent എന്ന് പറഞ്ഞാൽ independent അല്ല. Sometimes there is a confusion between the independent event and mutually exclusive event. Okay, term independent is defined in terms of probability of event, mutually exclusive defined in terms of event subset of sample space. Okay, അതായത് അതിനിടയ്ക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, moreover mutually exclusive event never have an outcome common, but independent event may have a common outcome. Clearly independent and mutually exclusive do not have the same meaning. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഒരു കോമണും ഇല്ലാത്ത എന്തായിരിക്കും, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈ ഒരു രീതിയിലായിരിക്കും. പക്ഷെ ഇൻഡിപെൻഡന്റ് അങ്ങനെ ആയിരിക്കില്ല. ഇൻഡിപെൻഡന്റ് എന്ത് കാണും, നമ്മളിപ്പോൾ കണ്ടല്ലോ കോമൺ കാണും. പക്ഷേ അത് രണ്ടും കൂടെ സംഭവിച്ചു എന്നുള്ളതിന്റെ പ്രോബിലിറ്റി അതിന്റെ രണ്ടിനെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നതാണ്, ആദ്യത്തെ പ്രോബിലിറ്റി ടൈംസ് രണ്ടാമത്തെ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ളതാണ് ഇൻഡിപെൻഡന്റ്. നോട്ട് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല,
എടുക്കത്തില്ല. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ്. രണ്ടിനിടയ്ക്ക് കോമൺ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ടു ഇൻഡിപെൻഡന്റ് ഇവന്റ് നോൺ സീറോ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് cannot be mutually exclusive. കാരണം എന്തുകൊണ്ടാണ്? രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ് ഉണ്ട്, നോൺ സീറോ പ്രോബബിലിറ്റി ആണെന്ന് വെച്ചാൽ സീറോ അല്ല, cannot be mutually exclusive. ഓക്കെ, അപ്പം അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, എക്സ്ക്ലൂസീവ് ആകത്തില്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകത്തില്ല. Two mutually exclusive and having non-zero probability cannot be independent. അത് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളത് കുറച്ച് പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ അല്പം കൂടെ എന്ത് ചെയ്യും, ക്ലിയർ ഐഡിയ കിട്ടും. കാരണം ഇതിപ്പോൾ നമ്മൾ തിയറി ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രോബ്ലം വരുമ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നന്നായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് പോയിന്റ്. Two experiments are said to be independent if for every pair of event E and if E is associated with the first experiment, F is with the second experiment, the probability of the simultaneous occurrence of the event E and F when the two experiments are performed is the product of E and F is calculated separately on the basis of two experiments. അതായത് ഇയും എഫിന്റെയും കൂടെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇയും സെപ്പറേറ്റ് ചെയ്തു എഫും സെപ്പറേറ്റ് ചെയ്തു, അപ്പം എന്ത് കിട്ടുന്ന വാല്യൂ ആണ്, അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതെന്ന് രണ്ടും എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്. ഇനി അങ്ങനെ നോട്ട് ഈക്വൽ ആണെങ്കിൽ അത് എന്തായിരിക്കും, ഡിപെൻഡന്റ്. ഇനി നേരെ പിടിച്ച് ഇപ്പം രണ്ട് എയും ബി ആണ്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ടൈം പി ഓഫ് ബി എന്താണ്, 3 ഇവന്റ് മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ആകാം. രണ്ട് ഇവന്റ് എയും ബി ആണ്, പി ഓഫ് എ ടൈം പി ഓഫ് ബി കിട്ടും. എയും സി ആണെങ്കിൽ പി ഓഫ് എ ടൈം പി ഓഫ് സി കിട്ടും. ബിയും സി ആണ്, പി ഓഫ് ബി ടൈം പി ഓഫ് സി കിട്ടും. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണെങ്കിൽ പി ഓഫ് എ ടൈം പി ഓഫ് ബി ടൈം പി ഓഫ് സി. അതായിരിക്കും പ്രോഡക്റ്റ് റൂൾ. ഇഫ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ എബോവ് ഈസ് നോട്ട് ട്രൂ, നോട്ട് ഇൻഡിപെൻഡന്റ്. അടുത്തത്, ഇനി സിമിലർ മാനർ നമുക്ക് എന്ത് ചെയ്യാം, ഇയും എഫും ഇൻഡിപെൻഡന്റ്, ഇ കോംപ്ലിമെന്റ് എഫ് ഇൻഡിപെൻഡന്റ്, ഇ കോംപ്ലിമെന്റും എഫ് കോംപ്ലിമെന്റും എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്ത് ചെയ്യാണ്, രണ്ടിനും കൂടെ സംഭവിച്ചതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടെ എന്തായിരിക്കും, പ്രോഡക്റ്റ് ആയിരിക്കും. ഇയും എഫും ഇൻഡിപെൻഡന്റ് ആണ്, ഈ ഇന്റർസെക്ഷൻ പി എഫ് ഇ ടൈം പി എഫ് എഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഇ കോംപ്ലിമെന്റും എഫും ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഇ കോംപ്ലിമെന്റും എഫ് കോംപ്ലിമെന്റും എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ്